ശ്രുതിയുടെ പാർലറിലേക്ക് ചെല്ലാണ് കേട്ടോ നവീന്. ഈ സമയം ശ്രുതി വീട്ടിലായിരിക്കും. അപ്പോഴേക്കും ആ ഒരു കൂട്ടുകാരി നവീനോട് പറയുന്നുണ്ട്, ശ്രുതി ഇവിടെ ഇല്ല, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലാ. നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്തിനാ ഉപദ്രവിക്കുന്നോ? അവൾ കാരണമാണല്ലോ എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയത്. ഇത്തരം വലിയ കള്ളത്തരം കാണിച്ചിട്ട് അവളൊരു കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കാണ്. എന്താ തെറ്റെന്നോ? അവൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. 18 വയസ്സിന് മുമ്പേ അവളുടെ വിവാഹം കഴിഞ്ഞതാ. അന്ന് തൊട്ട് അവൾ ഒരുപാട് അനുഭവിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് അവൾ ആഗ്രഹിച്ചത് ജീവിതം കിട്ടുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ അവളെ എങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവളായിരുന്നെങ്കിൽ എല്ലാ കാര്യം തുറന്നു പറഞ്ഞ് ഒരു 2ാം കെട്ടുകാരനെ വിവാഹം കഴിക്കണമായിരുന്നു. അല്ലാതെ ഒന്നും അറിയാത്തൊരു പാവത്തിന് ചതിക്കല്ലായിരുന്നുള്ള വേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെങ്കിലും ഇങ്ങനൊരു മനുഷ്യനായി പോയില്ലെന്ന് അവൾ പറയുമ്പം, നീ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് കൂട്ടുകാരിയാണെങ്കിൽ അവളെ വിളിക്കാൻ നോക്കാണ്. പക്ഷെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അവൻ പറയുന്നുണ്ട്, നവീൻ പറയാണ്, നീ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നവീൻ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര കയറിയാണ്. നോക്കുമ്പം നവീൻ്റെ പേരിങ്ങനെ എഴുതിയേക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചാടിയെടുക്കാണ്. ചന്ദ്രന്റെ സൗണ്ട് കേൾക്കുമ്പം, ഹലോ, ശ്രുതി മേഡം ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. മേഡമോ? ഉണ്ടെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. മോളെ ദാ ഏതോ ശ്രുതി മേഡം വിളിക്കുന്നുണ്ട്. നവീൻ എന്നാ പേരെന്ന് പറയുന്നുണ്ട്. നവീനോ? എൻ്റെ കസ്റ്റമറാന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കാണ്. ഓഹോ, നിന്റെ അമ്മായിമ്മ എടുത്തുണ്ടല്ലേ? അതെ സാർ, എന്താ സാർ വേണ്ടതെന്ന് ചോദിക്കാണ്. എന്താ വേണ്ടതെന്ന് നിനക്കറിയാലോ, എത്രയും പെട്ടെന്ന് തന്നെ 2 ലക്ഷം രൂപ എനിക്ക് വേണം എന്ന് പറയുന്നുണ്ട്. സാറിന് ഭാര്യനെ പറഞ്ഞിട്ടാൽ മതി, ഞാനത് ചെയ്തു കൊടുത്തോളാം, പേയ്മെന്റ് ഞാൻ മേഡത്തിനെ മേടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കാണ്. അല്ല, നമുക്കൊരു നല്ലൊരു NRI കസ്റ്റമറാ. അദ്ദേഹത്തിന്റെ വൈഫിന് എന്തൊക്കെയോ ഫേഷ്യലിങ്ങും ഹെയർ സ്ട്രെയിറ്റിംഗ് ഒക്കെ ചെയ്യണമെന്ന് നല്ല തിരക്കുണ്ടായിരിക്കും അമ്മേ. അതുകൊണ്ട് എനിക്ക് ഇത്രയും പെട്ടെന്ന് പോകണം. അതുകൊണ്ട് അദ്ദേഹം വിളിച്ച് എന്ന് പറയുന്നുണ്ട്. ആണോ, മേഡം എന്നൊക്കെയാ നിന്നെ വിളിക്കുന്നതല്ലേ? കേൾക്കുമ്പോൾ തന്നെ സന്തോഷമായി മോളെ എന്ന് പറയുന്നുണ്ട്. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് അവൾ കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. ചന്ദ്രൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. ചന്ദ്ര പോയിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അതെ, ഇന്ന് ശ്രുതിക്ക് ഒരുപാട് ജോലിയുണ്ട്, നീ പെട്ടെന്നൊരു ജ്യൂസ് അടിച്ചെന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, ശ്രുതിക്ക് വേണമെങ്കിലേ അമ്മ ജ്യൂസ് അടിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ വന്ന് ശ്രുതി ജ്യൂസ് അടിച്ചോളും, എന്നെ കൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അഹങ്കാരി, അവൾക്ക് അസൂയാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ചന്ദ്രനെ ജ്യൂസ് ഉണ്ടാക്കാണ്. സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ തന്നെ വേണം എപ്പോഴും, അല്ലാതെ നീ ആരെയും അടിമപ്പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലോ ഇവക്ക് ജ്യൂസുമായിട്ട് മുറിയിലേക്ക് പോവായിരിക്കും. ശ്രുതിയാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും നവീനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നവീൻ പറയുന്നുണ്ട്, നിന്റെ അമ്മായിമ്മയോട് നിന്നുണ്ടാ ഞാനൊന്നും പറയാഞ്ഞത്, അങ്ങോട്ടേക്ക് നേരിട്ടതിനൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് വരട്ടടി എന്ന് ചോദിക്കാണ്. നവീനെ ചതിക്കരുത്, ദയവ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ട ക്യാഷ് ഞാൻ തരാം. ഇതൊക്കെ ചന്ദ്ര പുറകിൽ നിന്ന് കേട്ടോണ്ട് നിൽക്കാം കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്നിൽ ക്യാഷ് ഇല്ല, അതുകൊണ്ടാ. അല്ല, നിന്റെ മലേഷ്യക്കാരൻ അപ്പൻ ക്യാഷ് തരില്ലേ? നവീനെ, ഞാൻ പറഞ്ഞല്ലോ നീ ശവത്തെ കുത്തരുത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, ദയവ് ഇതിനെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര രൂപ തരും എന്ന് ചോദിക്കാണ്. അത് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം കുറച്ച് ക്യാഷ് ഉണ്ട്, 2 ലക്ഷം രൂപ നിനക്ക് വേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം മതി തൽക്കാലം, പക്ഷെ അത് പോരാ. അത് പിന്നെ സുധീരെ ബിസിനസ്സിനിട്ട് ഞങ്ങൾ കൂട്ടിച്ചിരുന്ന പൈസയാ, നീ ഇങ്ങനെ എപ്പോഴെപ്പോഴും പൈസ വിളിച്ചു ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ 2 ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് അയാള് നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്. പെട്ടെന്ന് ചന്ദ്ര അടുത്ത് പോവാണ്. ഇവൾ എന്തായിരിക്കും അവന് പൈസ കൊടുക്കാന്ന് പറയുന്നത്? ഒന്നും ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞ് ഇവൾ അഭ്യർത്ഥിക്കുന്നുണ്ടല്ലോ, കാരണം എന്തായിരിക്കുമെന്ന് ചന്ദ്ര ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയോട് വിളിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതിന് ഒരു 2 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ശ്രുതി, നിനക്ക് എന്തിനാ കാശ്? അതൊക്കെയുണ്ട്, പാർലറിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. ചന്ദ്രൻ ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടോണ്ട് നിൽക്കാം കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ശ്രുതി, നീ കുറച്ച് മുമ്പേ പറയത്തില്ലായിരുന്നോ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു കമ്പനിയുടെ കാര്യമില്ലേ, അവര് വന്നിരുന്നു, അവരുടെ പേരിലേക്ക് ബാക്കിയുണ്ടെന്ന ക്യാഷ് കൂടി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എൻ്റെ അക്കൗണ്ടിലേക്ക് ഒറ്റ പൈസ ഇനിയില്ല. ഇനി എന്തെങ്കിലും കാശ് വേണമെങ്കിലേ ഇനി നമുക്ക് കച്ചവടം നടന്ന് വല്ലതും കയ്യിൽ കിട്ടണമെന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, എന്ത് പണിയാ ശ്രുതി നീ കാണിച്ചത്? എന്നോട് നീ ഒരു വാക്കെങ്കിലും പറഞ്ഞോ?
പറഞ്ഞിട്ട് നിനക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി, നിന്നോടൊന്നല്ല ഞാൻ പറഞ്ഞതല്ലേ അത്? നീയല്ലേ പറഞ്ഞ ഒരാൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്? നീ മറന്നുപോയോ? നിന്നോട് കൂടി ആലോചിച്ചിട്ടല്ലേ ഇന്ന് ട്രാൻസ്ഫർ ചെയ്ത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചെന്ന് ചോദിക്കുകയാണ്. ആ ശരിയാ ശ്രുതി, ഞാനിന്ന് മറന്നുപോയി എന്ന് ഇവള് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കയ്യിലാണെങ്കിലോ സ്വർണ്ണം ഒന്നുമില്ല, പണവും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നവീനാണെങ്കിലോ ബ്യൂട്ടി പാർലർ ഇരിക്കുകയാണ്. കാശൊന്നും കൊടുത്തില്ലെങ്കിൽ അവൻ ഇപ്പൊ തന്നെ വീട്ടിൽ വരും. അതോടുകൂടി എന്നെ എല്ലാ കള്ളവും പൊളിയുമെന്ന് അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ശ്രുതി പോയിട്ട് എല്ലാവരും തപ്പുകയാണ്. രേവതി സച്ചിയൊക്കെ ഓട്ടത്തിന് പോയിട്ടുണ്ട്. അതേസമയം രവീന്ദ്രനാണെങ്കിലോ ഹാളിലൊരു കട്ടിലിൽ കിടന്ന് രവീന്ദ്രനെ ഉറങ്ങുന്നുണ്ട്. അമ്മ രവതിലേ പോയെന്നും പറഞ്ഞ് അവളോടെല്ലാം അമ്മയെ തപ്പുന്നുണ്ട്. എന്തായാലും അവര് മുറിയില്ലെന്നും പറഞ്ഞിട്ട് അവള് പതിയെ വർഷയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലും അവളുടെ പിന്നാലെ പമ്മി പോവാൻ കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്തായിരിക്കും നമ്മുടെ ശ്രുതി പോയിട്ട് വർഷയുടെ അലമാരയൊക്കെ തപ്പുന്നുണ്ട്. ചന്ദ്ര ഓർക്കുന്നുണ്ട്, അല്ല ഇവളെന്തിനാ വർഷമോൾ അലമാരയൊക്കെ തപ്പുന്നത് എന്ന് ആലോചിക്കാണ്. ശ്രുതി പോയിട്ട് അവിടുന്ന് വർഷയുടെ അലമാര തിരക്കാണ്. അതിനകത്ത് വർഷ വെച്ചിരുന്ന 2 ലക്ഷം രൂപ അവൾ കാണുന്നുണ്ട്. 2 ലക്ഷം രൂപയൊക്കെ ചുമ്മാ കൊണ്ട് വച്ചേക്കുന്നുണ്ടല്ലേ അവള്. കാശുണ്ടായാലും ഇങ്ങനെയൊക്കെ ആയെന്നും പറഞ്ഞിട്ട് അവൾ ആ പൈസ എടുത്ത് അവളുടെ ബാഗിൽ വെച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നതും ചന്ദ്രയുടെ മുഖത്തേക്ക്. ചന്ദ്ര ചോദിക്കാണ്, അല്ല ശ്രുതി എങ്ങോട്ട് പോവാന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ആൻറ്റി, ഞാൻ പാർലറിലേക്ക്. അല്ല, നീ എന്താ വർഷയുടെ മുറിയിലേക്ക് പോയിട്ട് വന്നത്? അത് പിന്നെ എൻ്റെ താക്കോല് കാണുന്നില്ലായിരുന്നു. ഞാൻ അവിടെയൊക്കെ തപ്പി നോക്കിയതാ. എന്തിനു താക്കോല്? അത് പിന്നെ പാർലറൊക്കെ രാവിലെ തുറന്നില്ലേ? നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ ഫ്രണ്ട് തുറന്നെന്ന്. ആ അത് ശരിയാ, അതിൻ്റെ ഒരു സ്പെയർ കീഴിലുണ്ടായിരുന്നു. അവിടെ ഒരു ഗോഡൗൺ പോലെ ഉണ്ട്. ഞങ്ങൾ സാധനമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നേ. അതിന് താക്കോലെ കാണാതെ പോയത്. അതെങ്ങനാ നിന്റെ വർഷയുടെ റൂമിൽ വരുന്നതെന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അമ്മയെ കാണുന്നില്ലായിരുന്നു, അവളുണ്ടെന്ന് തപ്പി നോക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. ആണോ? നിന്റെ ബാഗ് എന്ന് പറയുമ്പോഴേക്കും അയ്യോ അമ്മ എന്തിനാ ബാഗൊക്കെ നോക്കുന്നേ? അതൊക്കെ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവളുടെ ബാഗ് തുറക്കാണ്. അതിൽ നിന്നപ്പോഴേക്കും 2 ലക്ഷം രൂപകൾ കാണുന്നുണ്ട്. അല്ല, ഇത് എവിടുന്ന ശ്രുതി പൈസ? അത് പിന്നെ ബിസിനസ് ആവശ്യത്തിനോടി അച്ഛൻ അയച്ചതെന്ന് പറഞ്ഞില്ലേ, ആ പൈസയിലെ അമ്മ ഇത്. അല്ല, അപ്പൊ വർഷയുടെ അലമാരിന്ന് നീ എടുത്ത പൈസയൊന്ന് ചോദിക്കുന്നുണ്ട്. വർഷയുടെ അലമാരിന്ന് ഞാൻ പൈസ എടുക്കാനോ? അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? വേണ്ട ശ്രുതി, നീ ഉരുണ്ട് കളിക്കണ്ട. സത്യം പറ, എന്തിനാ നീ പണം മോഷിച്ചത്? ഞാൻ കണ്ടതായെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അയ്യോ ഇല്ലമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ചിട്ടില്ലമ്മേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, ഞാൻ കണ്ടോണ്ടിരിക്കുക ആരോ വിളിച്ച് നിന്നോട് പൈസ ചോദിക്കുന്നതും നീ പിന്നീട് എല്ലായിടത്തും നോക്കിയിട്ട് നേരെ വർഷയുടെ മുറിയിൽ പോയിട്ട് അലമാര തുറന്ന് ക്യാഷ് എടുക്കുന്നതും ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നീ എന്നോട് കള്ളം പറയരുതെന്നും പറഞ്ഞിട്ട് ശ്രുതി അടിക്കാനും കഴിയാവുന്നതാണ് ചന്ദ്ര. ശ്രുതി പറയുന്നുണ്ട്, അമ്മ അത് പിന്നെ എന്താടി കള്ളി, കാര്യം പറ, എന്താണ് കാശ് എന്ന് ചോദിക്കാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ആ കാശ് കൊണ്ട് വെച്ചോ. വർഷം എങ്ങാനും അറിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും, നിനക്കറിയാലോ. വർഷമോൾ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ പിന്നെ ഞാൻ പിന്നെ നിന്നെയും ഇവിടെ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. അമ്മ എന്തൊക്കെയായി പറയണേ? ഞാൻ അത്യാവശ്യം എടുത്താ, അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ പൈസ കട്ടെടുക്കാണ് വേണ്ടതെന്ന് ചന്ദ്ര ചോദിക്കുമ്പം അമ്മേ അത് പിന്നെ ശ്രുതിക്കാണെങ്കിൽ കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാ. നീ മിണ്ടി പോകരുത്. നീ ശ്രുതിയെ വിളിക്കുന്നതും അവൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞതല്ല ഞാൻ കേട്ടോണ്ടിരിക്കാം. ആരപ്പം ക്യാഷിൻ്റെ ഒരു കാര്യം പറഞ്ഞുമില്ല. നീ ഉരുണ്ട് കളിക്കരുത്, സത്യം പറ, ആർക്കു വേണ്ടിയാണ് കാശ് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ അത് പിന്നെ പറ, ആർക്കു വേണ്ടി ക്യാഷ് എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം, അവളുടെ ഒരു സുഹൃത്തിന് വയ്യ, അയാൾക്കായിട്ട് കാശ് എന്ന് പറയുമ്പം നീ കൂടുതൽ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട ശ്രുതി. നിന്റെ വയ്യാത്ത സുഹൃത്തിനായിട്ട് നീ ക്യാഷ് കട്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. നിന്നെ ആരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കേട്ടതാ. അയ്യോ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങോട്ട് വരല്ലേ, പറയില്ലെന്നൊക്കെ നീ പറഞ്ഞത് ഞാൻ കേട്ടു. സത്യം പറ, എന്താ സംഭവം എന്ന് അവൾ ചോദിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ അതിനൊരു കസ്റ്റമർ വിളിച്ചതാ, മിണ്ടി പോകരുത്. കസ്റ്റമർ വിളിച്ചതിന് ശേഷം നിനക്ക് ഞാൻ ജ്യൂസായിട്ടെന്നപ്പോൾ നീ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നീ പറയുകയും ചെയ്തു ഇങ്ങോട്ട് വരില്ലെന്നൊക്കെ. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാണ്. ഭാര്യയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പം തന്നെ നിന്നെ ഇവിടെ ഇറക്കി വിടുന്ന് പറയുമ്പം അമ്മേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കാര്യത്തിലേക്ക് വീഴുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കാണ്.
അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബ്യൂട്ടി പാർലറൊക്കെ എൻ്റെ കൈവിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. എന്താ നീ പറഞ്ഞേ? ബ്യൂട്ടി പാർലർ കൈവിട്ട് പോയെന്നോ? അതേ അമ്മേ, എനിക്ക് കുറച്ച് കടബാധകളൊക്കെ ഉണ്ട്. കടമുണ്ടെന്നോ? നീ എന്തൊക്കെയാ പറഞ്ഞേ? എൻ്റെ അച്ഛൻ നിനക്ക് കാശ് വെച്ച് തരാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, ഇപ്പം കുറച്ച് പരങ്ങളിലാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അതുപോലെ തന്നെ അച്ഛനെ പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണെന്നാ ചെറിയച്ഛൻ പറഞ്ഞത്. അച്ഛനെ ആരൊക്കെയോടെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. കൊല്ലാനൊന്ന് ചോദിക്കാണ്. അതേ അമ്മേ, അതും പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നാ ഒരാൾ പറയണേ. ആര് പറഞ്ഞത്? നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, എൻ്റെ അച്ഛനെ അമ്മേനെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. എന്താ ശ്രുതി, കാര്യം പറയാന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. അമ്മേ, എൻ്റെ അച്ഛനെ അവിടെ ജയിലിൽ വെച്ച് കൊല്ലാനൊക്കെ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതറിഞ്ഞ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് സങ്കടമാവില്ലേ? അതുകൊണ്ടാണ് പറയാതിരുന്നത്. അത് പറയുന്നു പറഞ്ഞ് ഒരാളിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ ഒന്ന് കാശിട്ടാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ എന്തോ കുഴപ്പമെന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അല്ല, അമ്മയ്ക്ക് അച്ഛനൊക്കെ അത് വിഷമാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ മനസ്സിലോർക്കാണ് ഇനി വിഷമമായില്ലെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഓർത്തിട്ട് ശരിയാ എനിക്കതൊക്കെ വിഷമാ. പിന്നെ എന്ത് പറ്റി മോളെ? അച്ഛനിപ്പം അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ? അതെ അമ്മേ, ആരൊക്കെയോ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നാ എല്ലാവരും പറഞ്ഞത്. അച്ഛൻ്റെ ക്യാഷൊക്കെ അടിച്ചു മാറ്റാനായിട്ട് ഇപ്പം എന്നാലും പണമൊക്കെ ഫ്രീസായിരിക്കാം. അതൊക്കെ എത്രയും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വന്നിട്ട് ഇങ്ങോട്ടേക്ക് പറയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരുന്നതിൽ അഭിനയിക്കുകയാണ്. സാറില്ല, എൻ്റെ മോള് വിഷമിക്കണ്ട. മോളിങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പൈസ കട്ടിടുന്നുണ്ടപ്പം അമ്മ ചോദിച്ചതല്ലേ. എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ പോരെ. അല്ല, അമ്മയുടെ ക്യാഷ് ഇല്ല, പക്ഷെ ഇമാതിരി പണിയൊന്നും കാണിക്കല്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ശരി അമ്മേ, ഞാൻ ആ പൈസ തിരികെ വെച്ചു. എന്തായാലും എൻ്റെ അച്ഛന് ക്യാഷ് അയക്കുമല്ലോ, അപ്പം ഞാൻ അതിനകത്ത് കൊടുത്തോളാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. പണ്ട് വേഗം കാശ് എടുത്തോർത്ത് ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ അവൾ വീണ്ടും അതിനൊന്നും മുതിരുന്നില്ല കേട്ടോ. ശ്രുതി പറയാണ്, അമ്മ വിഷമിക്കണ്ട, ഞാൻ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് അവന് പൈസ കൊടുത്തോളാം. അല്ലെങ്കിൽ അവനിവിടെ ഒന്ന് പറയുന്നല്ലേ പറയുന്നത്. ചന്ദ്രൻ ചോദിക്കാണ്, ശ്രുതി നീ എന്തൊരു പൊട്ടിയാ? ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവൻ വന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പെട്ടെന്ന് ശ്രുതിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അയ്യോ ശരിയാണല്ലോ, ഞാനത് മറന്നുപോയി. എന്തായാലും അമ്മ ഒരുപാട് വിഷമിക്കുമെന്ന് ഞാൻ കരുതിയതാ. സാരമില്ല, എന്തായാലും ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ അവന് കാശ് തരില്ലെന്നേ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി പറയും. വന്ന് പറഞ്ഞിടാന്നും പറയാമേ എന്നും പറഞ്ഞിട്ട് ശ്രുതി അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ചന്ദ്ര ഓർക്കാണ്, ഈശ്വര അയാളെ എങ്ങനെ അവിടെ വെച്ചാലും കൊന്നാല് പൈസ അങ്ങനെ കിട്ടാതിരിക്കൂ എന്ന് അന്നാണ് നമ്മുടെ ചന്ദ്രന്റെ വിഷമം. അവൾ അതും ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കാണ്. ഈ സമയത്ത് ശ്രുതി നേരെ പാർലറിലേക്ക് ചെല്ലുന്നുണ്ട്. നവീൻ അവിടെ ഉണ്ടായിരിക്കും. നടന്ന സംഭവമൊക്കെ നവീനോട് പറയുമ്പോൾ നവീൻ പറയാണ്, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നാളെ ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് 2 ലക്ഷം രൂപ നൽകിയിരിക്കണം. അല്ലെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. നിന്റെ അമ്മായിമ്മയോടും അമ്മായിപ്പനോടും നിന്റെ ഭർത്താവിനോടും കാര്യങ്ങളൊക്കെ പറയാൻ എന്നും പറഞ്ഞിട്ട് നവീൻ നടന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ തലവേർത്തിരിക്കുകയാണ് ശ്രുതി. കൂട്ടുകാർ വന്നിട്ട് ശ്രുതി ആശ്വസിപ്പിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മായിമ്മയോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞെങ്കിൽ ഒഴിവായി എന്ന് പറയുന്നുണ്ട്. നിന്റെ അമ്മായിമ്മ ആർത്ത നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ. നീ ശരിക്കും സൂക്ഷിച്ചോ. അവൾ എന്തെങ്കിലും അറിഞ്ഞാലേ പിന്നെ നിന്നെ ഇല്ലാതാക്കിയേക്കും എന്ന് പറയുമ്പം ശരിയാ, എന്നെ അവർ വെച്ചേക്കില്ല. അതൊക്കെ എന്നെ ഓർക്കുന്നുണ്ടടി. നീ എന്തായാലും എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ. എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. എന്ത് ചെയ്യണം, ജീവിതം എങ്ങോട്ടൊക്കെ പോണേ എന്നൊന്നും എനിക്കൊരു അറിവും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.